കേരളത്തിലെ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് CPM നടത്തുന്ന SFI നടത്തുന്ന ലഹരി കടത്ത് സമഗ്രമായി അന്വേഷിക്കുവാൻ ഒരു ടീമിനെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമാന സ്വഭാവം ഉണ്ടായിരിക്കുന്ന കേസുകളെല്ലാം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി ജബി മേത്തർ, KSU സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അലോഷ്യസ് സേവ്യർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഞാനും അനിശ്ചിതകാല നിരാഹാര സമരം ഈ നിമിഷം മുതൽ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ കുറേയേറെ നാളുകളായി വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഹബ്ബായി മാറുന്നുണ്ടെന്ന് തുടക്കം മുതൽ KSU ആരോപിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ സിദ്ധാർത്ഥന്റെ ഈ മരണം സംഭവിക്കുമ്പോൾ മാത്രമാണ് ഇത്ര ഭയാനകമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിലെ ഒരു സർക്കാർ ഹോസ്റ്റലിൽ നടക്കുന്നത് എന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നത്. ഇത് ഏറ്റവും അവസാനത്തെയോ ആദ്യത്തെയോ സംഭവമല്ല. ബഹുഭൂരിപക്ഷം വരുന്ന സർക്കാർ ഹോസ്റ്റലുകളും ഇത്തരത്തിൽ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടക്കുന്നതെന്ന് കഴിഞ്ഞ കുറേയേറെ നാളുകളായി KSU നിരന്തരം ആരോപിക്കുന്നുണ്ട്. SFI സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളിലായി ചാനലുകളിൽ വന്നിട്ട് അവർ ഈ പൂക്കോട് സർവകലാശാലയിൽ ഈ കുറ്റം ചെയ്ത SFIക്കാരെ തങ്ങൾ സംരക്ഷിക്കില്ല, അവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആർഷോ എന്ന് പറയുന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു വർഷക്കാലം മുമ്പ് എറണാകുളം മഹാരാജാസ് കോളേജിൽ KSUവിന്റെ അന്ന് അസംബ്ലി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന അജാസ് മുഹമ്മദ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ ഒരു വലിയ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയാക്കി മൂത്രം പോലും കുടിപ്പിച്ച ഒരു സാഹചര്യമുണ്ട്. അതിനെതിരെയുള്ള കേസ് ആർഷോ എന്ന് പറയുന്ന SFI സംസ്ഥാന സെക്രട്ടറിക്ക് പേരിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപ് മഹാരാജാസ് ഹോസ്റ്റലിൽ വെച്ച് KSUവിന്റെ പ്രവർത്തകനായ ജുനൈസ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ സർട്ടിഫിക്കറ്റുകൾ ആ ഹോസ്റ്റലിന്റെ മുകളിൽ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിരന്തരം വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഹബ്ബായി കേരളത്തിലെ ക്യാമ്പസുകൾ മാറുന്നു, കേരളത്തിലെ സർക്കാർ ഹോസ്റ്റലുകൾ മാറുന്നു. അപ്പോൾ ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടിയായി ഈ സിദ്ധാർത്ഥന്റെ ഈ മരണത്തോടുകൂടി ഇനി കേരളത്തിൽ ഒരു ക്യാമ്പസിലും ഇത്തരത്തിലൊരു മനുഷ്യാവകാശ ലംഘനം ഉണ്ടാവരുതെന്നൊരു ആവശ്യം കൂടി KSU മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ വിഷയമുണ്ടായി, സിദ്ധാർത്ഥന്റെ വിഷയമുണ്ടായതിന്റെ തൊട്ട് പിറ്റേ ദിവസമാണ് ഈ പറയുന്ന കൊയിലാണ്ടി RSM കോളേജിൽ ഒരു വിദ്യാർത്ഥിയെ ഇതേപോലെ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയാക്കുന്നത്. അതിന് ഒരു 6 മാസക്കാലം മുമ്പ് നടന്ന ബഹുഭൂരിപക്ഷം വിഷയങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് തൃശ്ശൂർ ലോ കോളേജിലെ വിഷയമായിക്കൊള്ളട്ടെ, കോഴിക്കോട് ലോ കോളേജിലെ വിഷയങ്ങളായിക്കൊള്ളട്ടെ, അങ്ങനെ നിരന്തരമായി കേരളത്തിലെ ക്യാമ്പസുകളിൽ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട്. അതിനെതിരെ കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI നടത്തുന്ന ഇടിമുറികൾ ഒളിക്കപ്പെടേണ്ടതുണ്ട്, ആൾക്കൂട്ട വിദ്യാർത്ഥി വിചാരണകൾ ഒഴിവാക്കപ്പെടേണ്ടതുണ്ട് എന്നൊരു വലിയ ആവശ്യം കൂടി ഈ സാഹചര്യത്തിൽ KSU മുന്നോട്ട് വയ്ക്കുകയാണ്. അമ്മമാരുടെ മനസ്സിലെ ഉൾഭയമാണ് മഹിളാ കോൺഗ്രസ് ഉയർത്തുന്നത്. പ്രാണൻ പിടയുന്ന വേദനയോടുകൂടിയാണ് അമ്മമാർ കഴിയുന്നത്. വളരെ പ്രതീക്ഷയോടെ മക്കളെ ക്യാമ്പസുകളിലേക്ക് പറഞ്ഞുവിടുന്ന അമ്മമാർ അവർ തിരികെ എത്തും വരെ നിരന്തരമായ പ്രാർത്ഥനകളിലാണ്. കേരളത്തെ ഞെട്ടിച്ച ഈ കൊലപാതകം നടന്ന വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക ക്യാമ്പസുകളിലും യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും SFIയുടെ കിരാത വാഴ്ചയാണ്. നാടിനെ നടുക്കിയ ഈ കൊലപാതകം ഉണ്ടായിട്ട് ഇതുവരെയും CPMന്റെ ഒരു വനിതാ നേതാവ് പോലും അപലപിച്ചില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. കരുതലിന്റെ മാലാഖമാരും അമ്മമാരുമൊക്കെ എവിടെ പോയി? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്തുകൊണ്ട് ഇതുവരെയും സിദ്ധാർത്ഥിന്റെ വീട്ടിൽ ചെന്നില്ല? അവരും ഒരു അമ്മയല്ലേ? കേരളത്തിൽ ഒരമ്മ കഴിഞ്ഞ 10-12 ദിവസമായി കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാതെ ഒരു വെള്ളം പോലും കുടിക്കാതെ കരഞ്ഞ് കിടക്കുകയാണ്. ആ അമ്മ സ്വന്തം മകൻ നേരിടേണ്ടി വന്ന ആ ക്രൂരതയിൽ നെഞ്ചുപൊട്ടി തകരുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ അവിടെ പ്രതിയാകേണ്ടത് ഡീനാണ്, അവിടുത്തെ അസിസ്റ്റന്റ് വാർഡനാണ് എന്നതിരിക്കെ എന്തുകൊണ്ടാണ് അവരെ ഇതുവരെയും കസ്റ്റഡിയിൽ എടുക്കാത്തത്? SFIയുടെ വിടുപണിക്ക് കൂട്ടുനിൽക്കുന്ന അധ്യാപകരെയും അനധ്യാപകരെയും ഒക്കെ അവിടെ നിന്ന് മാറ്റേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. മഹിളാ കോൺഗ്രസ് ചോദിക്കുകയാണ്, കേരളത്തിലെ അമ്മമാരെ തീ തീറ്റിക്കുന്നതാണോ
പിണറായി വിജയന്റെ നവോത്ഥാനവും നവകേരളവും. ഞങ്ങൾ പറയുന്നു, സിദ്ധാർത്ഥിന്റെ അമ്മ ഒറ്റയ്ക്കല്ല. സിദ്ധാർത്ഥിന്റെ അമ്മയോടൊപ്പം നീതിക്കായുള്ള പോരാട്ടത്തിനൊപ്പം കേരളത്തിലെ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മുഴുവൻ അമ്മമാരും ആ അമ്മയുടെ പേറ്റുനോവ് അനുഭവിച്ച് പോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ആ അമ്മയോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോരാട്ടത്തിനൊപ്പം തന്നെയാണ് ഞങ്ങൾ എല്ലാവരും. ഈ വിഷയത്തിൽ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് കൊലക്കുറ്റം ചുമത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിനകത്ത് ടീമിനെ പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CK ശശീന്ദ്രൻ എന്ന് പറയുന്ന CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MLA-യുമായ വ്യക്തിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് CPM നടത്തുന്ന SFI നടത്തുന്ന ലഹരി കടത്ത് സമഗ്രമായി അന്വേഷിക്കുവാൻ ഒരു ടീമിനെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമാന സ്വഭാവം ഉണ്ടായിരിക്കുന്ന കേസുകളെല്ലാം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി ജബി മേത്തർ, KSU സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അലോഷ്യസ് സേവിയർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഞാനും അനിശ്ചിതകാല നിരാഹാര സമരം ഈ നിമിഷം മുതൽ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ ആരംഭിക്കുകയാണ്.